നമ്മുടെ പ്രധാനമന്ത്രി രാവിലെ ഗ്ലോബ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ രാജ്യങ്ങളെ തപ്പിയെടുക്കും. എവിടെയൊക്കെ ഇനി സന്ദർശിക്കാൻ ബാക്കിയുണ്ട് അവിടെയൊക്കെ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്ലൈറ്റ് കയറി അങ്ങ് പോകും. വെറുതെ പോകുന്നതാണ്. അവിടെ പോയിട്ട് പുള്ളിക്ക് ചില സമ്മാനങ്ങളൊക്കെ കിട്ടും, മെഡലൊക്കെ കിട്ടും. ഒരു രാജ്യത്തലവൻ വരുമ്പോൾ എന്തെങ്കിലും സമ്മാനം കൊടുക്കുമല്ലോ. ഇതൊക്കെ വെച്ചിട്ട് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ പേരെടുക്കാനാണ് ഇങ്ങനെ ഈ കറങ്ങി നടക്കുന്നത് എന്ന് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും മോദിയെ വിമർശിക്കാറുണ്ട്. പക്ഷെ നമുക്കങ്ങനെ വിമർശിക്കാൻ പറ്റില്ലല്ലോ. ഇദ്ദേഹം അവിടെ എന്തിനാ പോകുന്നതെന്ന് അറിയണ്ടേ? അറിയുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ. മോദി പോയിട്ട് 10-15 ദിവസം കഴിയുമ്പോഴാണ് പല സ്ഥലത്തും ബോംബും, കാർപ്പറ്റ് ബോംബെന്ന് പറയുമല്ലോ, ഒരു ബോംബ് പൊട്ടി അത് അടുത്ത ബോംബായിട്ട് മാറി അതിനടുത്ത ബോംബ് ഇങ്ങനെ പൊട്ടുന്നത്. അങ്ങനെ പൊട്ടിയ ഒരു സ്ഥലമാണ് ഗ്രീസ്. ഗ്രീസിനെയൊന്നും ഇന്ത്യയിലുള്ളവർ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടേയില്ല. പഴയ ഗ്രീക്ക് സംസ്കാരം, യവന സംസ്കാരം എന്നൊക്കെ പറയും എന്നുള്ളതല്ലാതെ ഗ്രീസ് എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും നമുക്കൊന്നും അറിയില്ല. ഗ്രീസിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഗ്രീസ് ടർക്കിയുടെ അയൽവക്കക്കാരാണ്. ഹിസ്റ്റോറിക്കലി ഗ്രീസും ടർക്കിയും തമ്മിൽ വഴക്കാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പോപ്പുലേഷൻ എക്സ്ചേഞ്ച് വരെ ഉണ്ടായി. ഗ്രീസിൽ ക്രിസ്ത്യാനികളാണ് ഭൂരിപക്ഷം. തുർക്കി സമ്പൂർണ്ണമായിട്ട് സുന്നി മുസ്ലിങ്ങളാണ്. ഇവർ ഒരു 16 ലക്ഷം ക്രിസ്ത്യാനികളെ തുർക്കിയിൽ നിന്ന് ഗ്രീസിലേക്ക് വിട്ടു. പകരം ഗ്രീസ് 6 ലക്ഷം മുസ്ലിങ്ങളെ ഗ്രീസിൽ നിന്ന് ടർക്കിക്കും കൊടുത്തു. പോപ്പുലേഷൻ എക്സ്ചേഞ്ച് ഇത് നമ്മൾ പാകിസ്ഥാനുമായിട്ട് ചെയ്യേണ്ട കാര്യമായിരുന്നു. നമ്മൾ ചെയ്തില്ല, പക്ഷേ അവർ ചെയ്തു. അതുകൊണ്ട് അവർക്ക് നമ്മളെക്കാൾ കുറച്ച് സമാധാനമുണ്ട് അവിടെ. പക്ഷേ ഈ ടർക്കിക്ക് അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. സുന്നി മുസ്ലിങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അവർക്ക് ആരെങ്കിലുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ഗ്രീസുമായിട്ട് അവർ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഗ്രീസിൻ്റെ വക കുറേ ദ്വീപുകൾ മെഡിറ്ററേനിയൻ കടലിലുണ്ട്. ആ ദ്വീപൊക്കെ എൻ്റെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ എർദോഗാൻ ഉണ്ടല്ലോ, ടർക്കിയുടെ നേതാവ്, പുള്ളി അവിടെ വഴക്കുണ്ടാക്കുക, കച്ചറ ഉണ്ടാക്കുക, ബലം പ്രയോഗിച്ച് എണ്ണ ഒഴിച്ചെടുക്കാൻ നോക്കുക. ഇങ്ങനെ നിരന്തരം സ്കിർമിഷസ് ഉണ്ടാവുന്നു. ഇതുകൂടാതെ സൈപ്രസ് എന്ന ദ്വീപും അടുത്തുണ്ട്. സൈപ്രസിലും കൂടുതൽ ക്രിസ്ത്യാനികളാണ്. സൈപ്രസിൻ്റെ വടക്കേ അറ്റത്ത് കുറേ സുന്നി മുസ്ലിങ്ങളുണ്ട്. ആ സുന്നി മുസ്ലിങ്ങളെ സംഘടിപ്പിച്ചിട്ട് അത് ഈ ടർക്കിയുടെ കീഴിലാണ് എന്ന് വരുത്തിയിട്ട് ആ സൈപ്രസിൻ്റെ ചെറിയൊരു കഷ്ണം അത് എർഡോഗാൻ കയ്യിൽ വെച്ചിട്ടുണ്ട്. അതൊരു പ്രത്യേക രാജ്യമാണ്, തുർക്കിയുടെ ഭാഗമാണ്, അതങ്ങനെ പ്രഖ്യാപിച്ച് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് യുണൈറ്റഡ് നേഷൻസിൽ അവിടെ ഇവിടെയൊക്കെ വഴക്കാണ്. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഇടപെട്ടിട്ട് അവിടെ ഒരു ഗ്രീൻ ലൈൻ ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് തെക്കോട്ട് ഇവരുടെ കീഴിൽ, ഗ്രീസിൻ്റെ കീഴിലുള്ള സൈപ്രസ്, ഇവിടുന്ന് വടക്കോട്ട് ഒരു ശകലം അത് ടർക്കിയുടെ കീഴിലുള്ള സൈപ്രസ്, ഇങ്ങനെ പറഞ്ഞ് തൽക്കാലം സമാധാനം ഉണ്ടാക്കി പിന്നീട് തീരുമാനിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇതുവരെ തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. അതങ്ങനെ കിടക്കുന്നു. അങ്ങനെ നിരന്തരം വഴക്കടിച്ചിരിക്കുന്നു. ആ സമയത്താണ് ഗ്രീസിൽ അതിഭയാനകമായ ഭൂകമ്പം ഉണ്ടാകുന്നത്. 50,000-ലധികം പേര് ഒറ്റ രാത്രി കൊണ്ട് മരിച്ചുപോയ ഭൂകമ്പം 2023 അവരെ ഓടി സഹായിക്കാൻ എത്തിയത് ഭാരതമായിരുന്നു. നമ്മളുടെ NDRF ടീം, നമ്മുടെ ആൾക്കാർ, നമ്മുടെ ഫ്ലൈറ്റ്, നമ്മുടെ മരുന്ന്, താമസിക്കാനുള്ള ടെൻറ്റ്, കൈ അയച്ച് സകല സഹായവും തുർക്കിക്ക് ചെയ്തു. പകരം സുന്നി മുസ്ലിമായ തുർക്കി എന്ത് ചെയ്തു? നമ്മളുടെ പുറകിൽ കൂടെ കത്തികയറ്റി. ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പോൾ തുർക്കി ഏകപ്പെട്ട ഡ്രോൺസ് പാകിസ്ഥാന് കൊടുത്തു. അത് ഓപ്പറേറ്റഡ് ആയിട്ട് തുർക്കിയിൽ നിന്ന് ആളെയും അയച്ചു കൊടുത്തു. അത് വലിയ പ്രശ്നമായി. അതോടെ തുർക്കിയും നമ്മളും തമ്മിൽ തെറ്റി. തുർക്കിയിലെ സെലബി എന്ന കമ്പനി നമ്മുടെ പല വിമാനത്താവളങ്ങളുടെയും ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ എല്ലാം പെർമിഷൻ ഭാരത സർക്കാർ പിൻവലിച്ചു.
സെലബി പറഞ്ഞു, അയ്യോ ഞങ്ങൾ തുർക്കി കമ്പനിയൊന്നുമല്ല, തുർക്കിക്ക് കുറച്ച് ഷെയർ ഉണ്ടെന്നേ ഉള്ളൂ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു, കരഞ്ഞു. ഹൈക്കോടതി പോയി, നടന്നില്ല. ഇന്ത്യൻ കോടതികൾ പറഞ്ഞു, ഇല്ല ഇതൊക്കെ സെക്യൂരിറ്റി റീസൺസ് വെച്ച് സർക്കാർ എടുക്കുന്ന തീരുമാനമാണ്, ഇതിൽ ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബുദ്ധിമുട്ടിലായി. അവിടെ വെച്ച് നമ്മുടെ കാർന്നൂർ വിട്ടൊന്നുമില്ല. കാർന്നൂർ ഗ്രീസും സൈപ്രസും സന്ദർശിച്ചിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇതെന്തിനാണെന്ന് ആരും അങ്ങനെ വന്നിട്ട് പോട്ടെ, പുള്ളി ഈ കറക്കക്കാരനാണെന്നേ, പുള്ളി ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് പോലെ ഇടയ്ക്ക് എല്ലാ രാജ്യത്തുമൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ തുർക്കിയിലെ പത്രങ്ങളെല്ലാം കൂടെ ബഹളം വയ്ക്കുന്നു. അൺകൺഫേംഡ് റിപ്പോർട്ടാണ്. റിപ്പോർട്ട് ഇതാണ്: ഇന്ത്യ ഗ്രീസിന് ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ LACM ഇത് കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഇതൊരു പ്രത്യേകതരം മിസൈലാണ്. ഇത് കടലിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഏകദേശം 1000 കിലോമീറ്ററും, കരയിൽ നിന്നാണ് വിടുന്നതെങ്കിൽ 1500 കിലോമീറ്ററും റേഞ്ച് ഉള്ളതാണ്. അതായത് ഗ്രീസിന് ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം തുർക്കിയെ മുഴുവൻ തന്നെ ഈ മിസൈൽ വെച്ച് ഉപദ്രവിക്കാൻ ഗ്രീസിന് സാധിക്കും. തുർക്കിയുടെ കയ്യിൽ S-400 ഉണ്ട്, നമ്മുടെ ഉള്ളതുപോലെ റഷ്യയിൽ നിന്ന് അവർ വാങ്ങിയത്. ബട്ട് ഈ മിസൈൽ S-400നെ വെട്ടിക്കുന്ന മിസൈലാണ്. ഇത് നമ്മളും ഭാഗികമായിട്ട് ഇസ്രായേലും ഒക്കെ ഇതിൻ്റെ ഒന്നും രഹസ്യങ്ങളും മുഴുവനൊന്നും പുറത്തു വരില്ല. ഇതിൻ്റെ പുറകിൽ സ്വീഡനാണെന്ന് വെച്ചോ, പറയുന്നത് ഓസ്ട്രേലിയ എന്നായിരിക്കും. അതുകൊണ്ട് കിട്ടുന്ന ഇൻഫർമേഷൻ നമുക്ക് മുഴുവൻ വിശ്വസിക്കാൻ പറ്റില്ല. ഏതായാലും ഒരു ഒന്നാന്തരം ഒരു പാരയാണ് ഈ LACM. ഈ മിസൈൽ ഇന്ത്യ ഗ്രീസിന് കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ടാണ് തുർക്കിയിൽ ബഹളം. എന്തിനാ തുർക്കി ബഹളം വയ്ക്കുന്നത്? തുർക്കിക്കൊരു ആപത്ത് വന്നപ്പോൾ നമ്മൾ സഹായിച്ചതാണ്. നമുക്കൊരു ആപത്ത് വന്നപ്പോൾ തുർക്കി എന്ത് ചെയ്തു? നമ്മുടെ ശത്രുവിൻ്റെ കൂടെ നിന്നു. അതിന് കാരണം എന്താ? ശത്രു സുന്നി മതക്കാരനാണ്. എർദോഗാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്ത സഹായം കാര്യമൊക്കെ ശരി, ഭൂകമ്പം ഉണ്ടായി, നിങ്ങൾ സഹായിച്ചു, പക്ഷേ ഞാൻ സഹായിക്കുന്നത് സുന്നി മുസ്ലിമാണോ എന്ന് നോക്കിയിട്ടാണ് എന്ന് പറഞ്ഞു. മോദി ശരി അത് പറഞ്ഞു. മോദി അത് ചെവിയിൽ നുള്ളി വെച്ചു. എന്നാൽ ഇവനിട്ടൊരു പാര കൊടുത്തിട്ട് ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ടാണ് സൈപ്രസിലും ഗ്രീസിലും പോയത്. അവർക്ക് വലിയ സന്തോഷമായി. അവർ നാറ്റോ മെമ്പേഴ്സൊക്കെയാണ്. പക്ഷേ നാറ്റോയിൽ തന്നെ ഈ വലിയ കാര്യമായിട്ട് ഈ രാജ്യങ്ങളെ ആരും ഗവനിക്കാറൊന്നുമില്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഇതൊക്കെയാണ്. പിന്നെ ഇപ്പോൾ നടന്ന നാറ്റോ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞു, എൻ്റെ ചിലവിൽ നിങ്ങളെല്ലാം സെക്യൂരിറ്റി അനുഭവിക്കേണ്ട, എല്ലാവരും അവരവരുടെ ഡിഫൻസ് ബജറ്റ് കൂട്ടിക്കോ എന്നൊക്കെ പറഞ്ഞു. സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഗ്രീസ് പറഞ്ഞു, ഏതായാലും ബജറ്റ് കൂട്ടുകയാണല്ലോ, ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് മിസൈൽ വാങ്ങാൻ പോവാണ്. ഇത് കൂടാതെ ഇന്ത്യയുടെ അടുത്ത ഒരു സാധനം ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ ഉപയോഗിച്ചതാണ്. ഒന്ന് ഡമ്മി വിമാനങ്ങൾ. വിമാനമല്ല, വിമാനം പോലെ ഇരിക്കുന്ന യന്ത്രങ്ങൾ. ഇത് അതിഭീകരമായ വേഗത്തിൽ പാകിസ്ഥാനിലേക്ക് ചെല്ലുന്നു. പടപടയെന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻ്റെ എയർ ഡിഫൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നു, ഇവരെ താഴെ ഇട്ടുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ആക്ച്വൽ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാനെ ആക്രമിക്കുന്നു. ഡീകോയ് എന്ന് പറയും ഇതിന്. ഈ ഡീകോയ് വേറൊരു രീതിയിലും ചെയ്തു. ഈ ആക്ച്വൽ യുദ്ധവിമാനങ്ങളെയും എയർ ഡിഫൻസ് പിടിക്കുമല്ലോ, അത് പിടിക്കാതിരിക്കാനായിട്ട് ആക്ച്വൽ യുദ്ധവിമാനങ്ങളിൽ ഇവരുടെ റഡാർ വെച്ചുള്ള ഡിഫൻസ് ആവാം, അല്ലെങ്കിൽ ഹീറ്റ് ഡിറ്റക്റ്റ് ചെയ്തിട്ട് അങ്ങനെ കൗണ്ടർ അറ്റാക്ക് നടത്തുന്ന എന്തുമാകാം, അതിനെ വെട്ടിക്കുന്ന ഒരു സംവിധാനം, ഒരു ചെറിയ ഫുട്ബോൾ പന്തിൻ്റെ വലിപ്പമുള്ള സംവിധാനം റഫാൽ ജെറ്റുകളിലെല്ലാം സംഘടിപ്പിച്ചിട്ട്, ഇതെല്ലാം ഈ പറഞ്ഞ പോലെ നമ്മളും ഫ്രാൻസും ഇസ്രായേലും കൂടി ഡെവലപ്പ് ചെയ്തതാണ് എന്ന് പറയുന്നു. അതിനും ഉറപ്പില്ല കേട്ടോ, കാരണം ഈ ഡീലൊന്നും പുറത്താരും അറിയില്ല. എന്തു വാങ്ങിക്കോട്ടെ, റഫാലിനെ തൊടാൻ പറ്റാത്ത രീതിയിൽ സകല എയർ ഡിഫൻസിനെയും വെട്ടിക്കുന്ന ഒരു സംവിധാനം. ആ സംവിധാനം ഇന്ത്യയുടെ കയ്യിലുണ്ട് എന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യം വന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ നടന്നു. ഇതൊന്നുമല്ല, നമ്മളുടെ എയർ ചീഫ് മാർഷൽ AP സിംഗ്
നേരെ ഗ്രീസിൽ പോയിട്ട് അവിടുത്തെ പട്ടാള മേധാവിയെ കണ്ടു. ട്രെയിനിങ്, മറ്റ് കാര്യങ്ങൾ ഇതൊക്കെ വേണമല്ലോ. ഈ മിസൈലെന്നും പറഞ്ഞ് വെറുതെ ഒരു ഒലക്ക എടുത്ത് കൈ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയണ്ടേ അവർക്ക്. അപ്പോൾ അതിനുള്ള സംവിധാനം ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് AP സിംഗ് പോയതെന്ന് പറയപ്പെടുന്നു. പക്ഷേ സിംഗ് പോയി എന്നുള്ളത് സത്യം. പോയത് എന്തിനാണ് എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അത് നമുക്കും അറിയാം, ഗ്രീസിനും അറിയാം, ഗവൺമെൻറ് ടു ഗവൺമെൻറ് അറിയാം. ഇവരാരും പുറത്ത് പറയുന്നില്ല. എന്താ AP സിംഗിന് ഗ്രീസിൽ പോകാൻ മേലേടൂ? അത് ശരിയാ, AP സിംഗിന് ഗ്രീസിലോ സൈപ്രസിലോ എവിടെ വേണമെങ്കിലും പോകാം. അല്ലാതെ എന്തിനു പോയി ചേട്ടാ, എന്തിനു പോയി നിന്നോട് പറയാം. പുള്ളി കാഴ്ച കാണാൻ പോയി, അവിടെ പോയി ചായ കുടിച്ചു, പുള്ളി തിരിച്ചു വന്നു. എന്തായാലും കുഴപ്പം. അപ്പോൾ ഒന്നും പറയാനും നിർവാഹമില്ല. അങ്ങനെ തുർക്കി അല്പം പ്രശ്നത്തിലാണ്. തുർക്കിക്ക് ഈ ഭരണമാതിരിയുള്ള വരുമാനമൊന്നുമില്ലെന്ന്, ടൂറിസമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ തട്ടിമുട്ടിയൊക്കെയാണ് തുർക്കി പോകുന്നത്. തരക്കേടില്ലാത്ത പെർ ക്യാപിറ്റ ഇൻകമൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ വോളട്ടൈൽ ഇൻകമാണ്. ഉറപ്പുള്ള ഒരു ഇൻകം അവരുടെ ഇല്ല. അല്പസ്വല്പം ടെക്സ്റ്റൈൽ ചെയ്തു, കുറച്ച് മാനുഫാക്ചറിങ് അവിടെ നിന്ന് ഇവിടെ നിന്ന് കൊണ്ടുവന്നെങ്കിലും നട്ടും ബോൾട്ടും ഒക്കെ തല്ലിക്കൂട്ടി ഓട്ടോ പാർട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓട്ടോമൊബൈൽ പാർട്ട് വിൽപ്പന, ഇങ്ങനെയൊക്കെ ആയിട്ടാണ് തുർക്കി ജീവിച്ചു പോകുന്നത്. ഈ ടൂറിസം കുത്തനെ ഇടിഞ്ഞു. നമ്മളുമായിട്ട് ഉടക്കി കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ ടൂറിസ്റ്റുകൾ ഇസ്താൻബുളിൽ ധാരാളം പോകുന്നുണ്ടായിരുന്നു. ആ ഒറ്റ ആഴ്ചയിൽ തന്നെ 21,000 പേര് തുർക്കിയിലേക്കുള്ള ടൂറിസ്റ്റ് പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു, ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ ഉടനെ. അപ്പോൾ അങ്ങനെ തുർക്കി വിഷമിച്ച് നിൽക്കുകയാണ്. പക്ഷേ തുർക്കിയുടെ സ്പിരിറ്റിനൊരു കുറവുമില്ല. കാരണം അവരുടെ കൂടെ അല്ലാഹു ഉണ്ട്. ശരി, അല്ലാഹു നിങ്ങളുടെ കൂടെ ഉണ്ട്, മിസൈൽ ഞങ്ങൾ ഗ്രീസിന് കൊടുക്കുകയാണ് എന്ന് മോദി. അങ്ങനെ അകത്തുകൂടെ. എന്നാൽ ഇത് ഒഫീഷ്യലാണോ? അല്ല, ഇപ്പോഴും ഒഫീഷ്യലായിട്ടില്ല. ബട്ട് തുർക്കിയിൽ വലിയ ബഹളമാണ്, പത്രങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട്. ഗ്രീസ് ഒന്നും മിണ്ടുന്നില്ല, ഇന്ത്യ ഒന്നും മിണ്ടുന്നില്ല. AP സിംഗിൻ്റെ വിസിറ്റിനെ പറ്റി ഗ്രീസും ഒന്നും പറയുന്നില്ല, ഇന്ത്യ ഒന്നും പറയുന്നില്ല. പക്ഷേ തുർക്കിക്ക് കിടക്കപ്പുറതിയില്ല. അങ്ങനെ കിടക്കപ്പുറതിയില്ലാതെ എർദോഗാൻ ഉറക്കമില്ലാതെ കുറേ ദിവസം നടക്കട്ടെ എന്നാണ് മോദിയുടെ തീരുമാനം. മോദി ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും എന്നുള്ളത് ഒരു പക്ഷേ 10-15 ദിവസം കഴിഞ്ഞ് നമ്മൾ അറിയുള്ളൂ. അപ്പം മോദി ഈ അപരിചിതമായ സ്ഥലങ്ങളിൽ പോയി, ഘാനയിൽ പോയി, ട്രിനിഡാഡ് ആൻഡ് ടൊബാക്കോയിൽ പോയി, ഇവിടെയൊക്കെ പോയതിന് ഒരു പർപ്പസുണ്ട്. കാഴ്ച കാണാൻ വേണ്ടി പോയതല്ല. കാരണം 4-5 ദിവസം കൊണ്ട് ഇത്രയും രാജ്യങ്ങൾ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഭ്രാന്തെടുക്കും. കാരണം ഈ ടൈം സോൺ മാറുമല്ലോ. ഈ ജെറ്റ് ലാഗ് കൊണ്ട് തന്നെ മനുഷ്യന് ഭ്രാന്തായി പോകും, തെക്കോടൊക്കെ തിരിച്ചറിയാൻ മേലാതെ ആയിപ്പോവും. ബട്ട് ഈ മനുഷ്യന് യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടും സ്വന്തം ഹെൽത്ത് കൃത്യമായിട്ട് സൂക്ഷിക്കുന്നതുകൊണ്ടും ഈ പ്രായത്തിലും മോദി അവിടെയെല്ലാം പോയി പേഴ്സണൽ റാപ്പോർട്ട് ഉണ്ടാക്കി ഭാരതത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ കഷ്ടപ്പെടുന്നു. ഏതായാലും എർദോഗാനിട്ട് വെച്ച ഈ പാര എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു നരേന്ദ്രമോദി, താങ്ക് യു.